സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്കും മൊബൈൽ ഫോണിൽ യോനോ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കും തങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് എങ്ങനെയാണ് യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അതിനുശേഷം എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക. നേരെ വീഡിയോ കാണാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എല്ലാവരുടെയും ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിലായി സെർച്ച് ബാറിൽ യോനോ SBI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ യോനോ SBI ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് യോനോ SBI നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന താഴെ കാണിക്കുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ വരുന്നത്, അലോ ഡെനി അല്ല അലോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഇവിടെ താഴെ 3 ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ യോനോ ലൈറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലോഗിൻ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ വരും. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യെസ് എന്ന് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ യോനോ SBI ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ റെഫറൽ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓപ്ഷണലാണ്. നിങ്ങളവിടെ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു MPIN സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് തൊട്ട് മുന്നേ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം. അത് ഓട്ടോമാറ്റിക് ടിക്കായി വരും. ഇല്ലെങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരു 6 അക്ക MPIN ഇവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് യോനോ SBI ആപ്ലിക്കേഷൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിക്കാതെ ഈ 6 അക്ക നമ്പർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനാണ്. നമ്മളിത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. നമുക്കിഷ്ടമുള്ള ഒരു 6 അക്കം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ 6 അക്കം തന്നെ രണ്ടാമതും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരിക്കലും മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വരുന്നതായിരിക്കും. അതിൽ ഉണ്ടാവുന്ന ആ 1 ടൈം പാസ്വേഡ് അതേപടി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ,
ഗോ ടു ലോഗിൻ. നമുക്കിനി ഈ 6 അക്ക നമ്പർ ഉപയോഗിച്ച് നമുക്ക് യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് യോനോ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ SBI ഇൻ്റർനെറ്റ് ബാങ്ക്